വിജയുടെ അവസാന ചിത്രം ജനനായകൻ റിലീസിനൊരുങ്ങാണ്. എല്ലാ ഇന്ത്യൻ സിനിമ പ്രേക്ഷകരും നിരാശയിലാണ്. കാരണം ഇത്രത്തോളം പവർ പാക്ക്ഡ് സിനിമകൾ തന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല. വിജയനെ കളിയാക്കും, പക്ഷേ ആളുടെ പടങ്ങളെല്ലാവരും കാണാൻ പോകും. ഈ കളിയാക്കണമെന്ന് എല്ലാവരും കാണാൻ പോകും. അതാണ് വിജയുടെ ക്വാളിറ്റി. കാരണം വിജയുടെ പടങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗൂസ് ബമ്പ് ഉണ്ട്. ഒരു പ്രത്യേക പവർ പാക്ഡ് എനർജിയാണ് പടം കാണുമ്പോൾ നമുക്ക് കിട്ടുക. എനർജിയിൽ കുടിയേറുകുമ്പോഴാണ് ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ഗൂസ് ബമ്പാ. അത് ആളുടെ സംസാരത്തിന് അത്രത്തോളം ഒരു എനർജിയാണ്. ആൾ ജസ്റ്റ് ആ കൈ ഒന്ന് പൊക്കിയാൽ പോലും തിയേറ്ററിൽ ഇളകി മറിയും. വലിയ മസിലോ ജിം ചെയ്തുള്ള ബോഡിയോ ഒന്നുമില്ല, സാധാരണ ഒരു മനുഷ്യൻ. പക്ഷെ അതാണ് ചിലവരുടെ ഓറാന്നൊക്കെ പറയില്ലേ. വിജയുടെ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ ഇൻ്റർനാഷണൽ ഓഡിയൻസിൻ്റെ ഇത് കണ്ടില്ലേ, അത്രത്തോളം ഗ്ലോബൽ ഓഡിയൻസ് ഉള്ളൊരു നടൻ. ആലോചിക്കുക, ചില്ലറ ഫാൻസ് പവർ എന്നല്ല പുള്ളിക്ക്. അങ്ങനെ ഒരു നടനാണ്. ഇനിയും വേണമെങ്കിൽ ആൾക്ക് പ്രതിഫലം പറ്റി കൂട്ടിയിട്ട് കോടികൾ ഉണ്ടാക്കാം. കോടി ഒരു ഇന്ത്യയിൽ അംബാനിക്ക് ഉണ്ടാക്കണം, കോടികൾ ആൾക്ക് ഉണ്ടാക്കാം. അത്രത്തോളം മാർക്കറ്റ് വാല്യൂ ഉള്ള ഇന്ത്യൻ നടൻ വേറെ ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പുള്ളി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണത്. അത് ആൾ വെൽ പ്ലാൻഡ് ആയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആൾ ആ സൈക്കിൾ ചവിട്ടിയിട്ടൊരു സമയത്ത് ഇറങ്ങിയപ്പോൾ അത് ഇവിടുത്തെ രാഷ്ട്രീയ നിരൂപകർ പറഞ്ഞില്ലേ, ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു വരവിനുള്ള മുന്നോടി. വിജയ് അന്ന് അതായത് ന്യൂട്രൽ കിട്ടും, പക്ഷേ വരവ് ഐ ആം വെയിറ്റിംഗ് എന്നാണ് ആൾ സാധാരണ പറയാറ്. ഇപ്പോൾ പറഞ്ഞുള്ളത് എന്താ, ട്രെയിലറുണ്ട്, ഐ ആം കമ്മിങ്. ജനനായകൻ എന്ന പടം ഇന്ത്യയിലെ ഒരുവിധം ആൾക്കാരൊക്കെ കാണും. കാരണം ആ പടത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആ ട്രെയിലർ റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള ഒരു ട്രെയിലറാണ്. സാധാരണ വിജയ് സിനിമയുടെ ഒരു ഇതല്ല ഇട്ടുള്ളത്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സാധനമാണ്. ഈ പടം ഫ്ലോപ്പ് ആവില്ല ഒരിക്കലും. കാരണം ഒരു അത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ തന്നുള്ളൊരു നടൻ്റെ പിൻവാങ്ങൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആള് വെറുതെ ഒന്നും ചെയ്യില്ല. ജനനായകൻ എന്ന പടം ഉറപ്പിച്ചോ, ഇന്ത്യ കൊണ്ടുള്ള ഏറ്റവും വലിയുള്ള സെലിബ്രേഷൻ ആയിരിക്കും ആ പടം. ഇപ്പോൾ തന്നെ ഒന്ന് കേരളത്തിൽ കൊല്ലത്തൊക്കെ കൊല്ലം നന്മ വലിയ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ഫാൻസ് ഗ്രൂപ്പാണ്. അവരൊക്കെ ഒരാഴ്ച മുമ്പേ ആഘോഷം തുടങ്ങി. തിയേറ്ററിന് മുന്നിലെ കൂറ്റം കാട്ടോട് വെച്ചിട്ടും പല തിയേറ്ററുകളും ഡി ജെ. തൃശ്ശൂർ ആകം തിയേറ്ററിൽ തലേദിവസം ഡി ജെ, എറണാകുളം കവിത തിയേറ്ററിൽ ഡി ജെ, അവിടെ മറ്റോടത്ത് ഡി ജെ ഉണ്ടെന്നുണ്ട് കൊല്ലത്തും. ഫുള്ള് ആഘോഷമാണ്. അതായത് ഫെസ്റ്റിവൽ മൂഡ് എന്നൊക്കെ പറയില്ലേ, ഇന്ത്യ കാണാൻ പോണ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ മൂഡായിരിക്കും വിജയുടെ ഈ സിനിമ റിലീസ്. എല്ലാവരും ദുഃഖത്തോടെ പറഞ്ഞു, വിജയ് നിങ്ങൾ നിർത്തലേ എന്നാണ് പല റിവ്യൂവേഴ്സും പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് റിവ്യൂവേഴ്സ് പറയാൻ അറിയാം, ആ സിനിമ റിവ്യൂവേഴ്സ് അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്, അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ റവന്യൂ വിജയാന്ന്. കാരണം ഇത്രത്തോളം ഫാൻ ബേസും വിജയനെ കുറിച്ച് ഇപ്പം ഞാൻ പറയണത് പോലും കേൾക്കാൻ ആളുണ്ടാവും. കാരണം അതാണ് വിജയുടെ ഫാൻ ബേസ്. തൻ്റെ നടനെ കുറിച്ച് ആരെന്ത് പറഞ്ഞവർ കേൾക്കാൻ വലിയ ഓഡിയൻസ് ഉണ്ട് ഇന്ത്യയിൽ. അത് വേറെ ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു നടൻ്റെ പിൻവാങ്ങൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഫാൻ ഫൈറ്റ് ഉള്ളത് വിജയും സൂര്യ. വിജയ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് സൂര്യ ഇല്ലെങ്കിൽ എന്ത് വിജയ് എന്ന് പറയുകയല്ലോ. മോഹൻലാലിനെ കേരളത്തിൽ മോഹൻലാലില്ലെങ്കിൽ മമ്മൂട്ടിയില്ല, മോഹൻലാലില്ല. ശരിക്കും പറഞ്ഞാൽ വിജയ് പോകരുത്. എനിക്ക് തോന്നുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണതാ, ഞങ്ങളിപ്പോൾ 2 വർഷം കഴിഞ്ഞ് വരണേ, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ആൾക്ക് മടുത്തിട്ട് വരണേ എന്നാണ് സത്യത്തിൽ ഉള്ളുകൊണ്ട് സിനിമാ പ്രേമികൾ പ്രാർത്ഥിക്കണത്. കാരണം അത്രത്തോളം ഇഷ്ടമാണ് വിജയനെ. ആ വിജയ് ദളപതി ദർശനം 4 മണിക്ക് തിയേറ്ററുകളിൽ, കേരളത്തിൽ പോലും ദളപതി ദർശനത്തിൽ ഇത്രത്തോളം ആളുകൾ വരണമെങ്കിൽ ആലോചിക്കാം. ഒരു തമിഴ് നടനെ കേരളത്തിൽ ഇത്രത്തോളം ആധിപത്യം പുലർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു നടനെ സാധിച്ചുള്ളൂ, അത് വിജയിക്കാം. പുലർച്ചെ 4 മണിക്ക് പടം കാണാൻ പോണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 2-2:30 എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ പോകണം. അതൊരു തമിഴ് നടന് വേണ്ടി, മോഹൻലാലിനെ മമ്മൂട്ടിക്കാണെങ്കിൽ ഓക്കെ, ഒരു തമിഴ് നടന് വേണ്ടിയിട്ട് ഇങ്ങനെ കേരളത്തിലെ ആൾക്കാർ പോകണമെങ്കിൽ അവർ ഒറ്റ പേരുള്ളത് വിജയ. അത് ഉണ്ടാക്കിയെടുത്തുള്ള വിജയ. പിന്നെ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്, സൂര്യ അല്ലെങ്കിൽ അല്ലു അർജുൻ, അങ്ങനെ പല തെലുങ്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുപോകുന്നുള്ളത് വിജയ. അതൊരു ദളപതി ദർശനം തന്നെയായിരുന്നു. രജനീകാന്തിനുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഫാൻസ് പവർ കൂടുതൽ വിജയിക്കുക. എല്ലാവരും കളിയാകും വിജയനെ. പക്ഷേ ഈ കളിയാക്കണമെന്ന് തന്നെ രാവിലെ ടിക്കറ്റ് എടുത്ത് മറ്റേ ദർശനം കാണാൻ പോകും രാവിലെ. ഇവ എന്താ കാണിക്കണേന്ന് അറിയാൻ. അതാണ് ആളുടെ അത്. നടന്ന മാസ്, ചിരിച്ച മാസ്, വെറുതെ ഡയലോഗ് പറഞ്ഞ മാസ്, അത് ആളുടെ ഇൻഫ്ലുവൻസിങ് അത്ര. ഇത്രത്തോളം ഇൻഫ്ലുവൻസിങ് പവറുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ആക്ടർ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വേറെ ഇല്ല. വിജയിനെ കൊച്ചിയിലോ എറണാകുളത്തോ വന്നുള്ള അവസ്ഥ ആലോചിക്കുക. ഇനി അടുത്തൊക്കെ ആൾക്ക് വരാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ വന്നിരുന്നു. ഇനിയൊന്നും ആൾക്ക് വന്നു കഴിഞ്ഞ ഒരു ജില്ല തന്നെ സ്റ്റക്കാവും.
അതായത് ഈ അടുത്ത ഏതൊരു മന്ത്രി പോലും പറഞ്ഞിട്ടുണ്ട്, അത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ഇൻഫ്ലുവൻസിങ് പവറുള്ള ഒരു ആക്ടറാണ് വിജയ്. അങ്ങനെയുള്ള ഒരു നടനാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോണ്. ആൾക്കറിയാം കറക്റ്റായിട്ടുള്ള അജണ്ടകൾ അതിന് പിന്നിലുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും അറിയാം, ഇത്രത്തോളം കോടികളുടെ വാല്യൂ ഉള്ളൊരു നടൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആള് അരാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഖജനാവ് മോഷ്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആൾ ഒരു പരസ്യത്തിൽ അഭിനയിച്ചാൽ തന്നെ കോടികളുടെ റെമ്യൂണറേഷൻ ആൾക്ക് കിട്ടും. കോർപ്പറേറ്റ് കമ്പനികളും എല്ലാവരും ആൾക്ക് വേണ്ടി ക്യൂവാ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണത് ആൾ ജനങ്ങളെ സേവിക്കാനാണ്. ആൾ ആ സിസ്റ്റത്തിലും അടുത്തുണ്ട്. ആൾ ഇന്ത്യയിലുള്ളൊരു സിസ്റ്റത്തിലും അടുത്തിട്ടുണ്ട്. ആളുടേതായുള്ള സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോവുക. അതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും പേടിക്കണം. അതുകൊണ്ടാണ് വിജയനെ പേടിക്കണം. ഹി ഈസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഇന്ത്യ. അത്രത്തോളം ഇൻഫ്ലുവൻസ് പുള്ളിക്കുണ്ട് ജനങ്ങളിൽ. ആളുടെ പടങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് മാത്രമല്ല, ആളുടെ സ്പീച്ചുകൾ കേട്ടറിയാം. വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് വളരെ ഫ്രെയിം ചെയ്ത് സംസാരിക്കുന്ന ഒരു നടന വിജയ്. ആളുടെ സംസാരം കേട്ടറിയാം, വളരെ മോട്ടിവേറ്റഡാ. കാണാൻ വലിയ ഭംഗിയില്ല. ആളുടെ സ്പീച്ചിലൊക്കെ കണ്ടില്ലേ, ഷേവി പോലും ഇല്ല. ആള് ഡ്രസ്സിങ് വളരെ റോ, പക്ഷെ ആളുടെ സ്പീച്ച് വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്, വളരെ ടാർഗറ്റഡ് ആണ്. അത് എന്തൊക്കെയോ ആളുടെ മനസ്സിലുണ്ട്. കാശുണ്ടാക്കാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടൊരു വ്യക്തിയല്ല വിജയ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് തമിഴ് ഇപ്പോൾ ഈ അടുത്തൊക്കെ വലിയ മരണമൊക്കെ നടന്നതുകൊണ്ടാണ് വിജയ്ക്ക് വേണ്ടി മുരുകൻ ആയിരങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെയുള്ളൊരു നടൻ്റെ അവസാന ചിത്രം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇന്ത്യയിൽ എന്താ സംഭവിക്കാൻ പോകണം നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല കേട്ടോ. ആളുടെ ഫാൻ ഷോയിൽ അതേപോലെ ഓളുണ്ടാവും ആ സിനിമയുടെ ഫസ്റ്റ് ഡേക്കൊക്കെ. കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ ആഘോഷം തുടങ്ങി. കൊല്ലം നൻപേഴ്സ് വലിയ ഗ്രൂപ്പുണ്ട്, അവർ തന്നെ വലിയ കൂറ്റം കട്ടോട് വെച്ച് DJ പരിപാടി തുടങ്ങി കഴിഞ്ഞു. തൃശ്ശൂർ ആകം കവിത അങ്ങനെ പാലക്കാടൊക്കെ ഇളക്കി മറിയുന്നു എനിക്ക് ഈ ഫാൻ ഷോയ്ക്കൊക്കെ. എനിക്കൊന്ന് നാഷണൽ ലെവലിൽ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടാൻ പോണ ഏറ്റവും വലിയ ഫാൻ ഷോ ആയിരിക്കും വിജയുടെ ജനനായകൻ്റെ. എനിക്ക് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്, മറ്റേ റിവ്യൂവേഴ്സും എല്ലാവരും നിർത്തല്ലേ അണ്ണാ. കാരണം ഇനി ഇതുപോലൊരു താരസൂര്യോദയം ഇന്ത്യയിൽ ഉണ്ടാവില്ല. കാരണം അത് എല്ലാവർക്കും കിട്ടില്ല. അതൊരു ദൈവാനുഗ്രഹവും ഒരു ഭാഗ്യമൊക്കെയാണ്. വെറുതെ സാധാരണ പാൻറ്റും ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ട് വെറുതെ ടവല് അടിച്ച് കയ്യിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ മാസ്, അത് എല്ലാവർക്കും പറ്റില്ല. അത് ആളുടെ ഒരു ഈശ്വരാനുഗ്രഹമുണ്ട്. ആളുടെ ഹിസ്റ്ററിക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പലർക്കും അറിയില്ല. ആളുടെ ഒരു പെങ്ങളൊക്കെ എന്തൊക്കെ പ്രോബ്ലംസും ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് ആൾ ഭയങ്കര ഡൗൺ ആയിട്ടൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണായിരുന്നു ആള്. അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഇന്ന് ആളെ വാക്കുകൾ കൊണ്ട് അഗ്നി വിതറിയിട്ട് ജനങ്ങളെ സ്വാധീനിക്കണേ. ആളൊരു ഇൻ്റർവ്യൂ കണ്ടു, ഫാദറിൻ്റെ പറഞ്ഞ ആൾ ഇൻട്രോവേർട്ടായിട്ട് ഫാമിലിയിലൊക്കെ അടഞ്ഞു കൂടി നിന്ന് പേടിച്ചു അച്ഛൻ. അങ്ങനെയാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. ആ വ്യക്തിയാണെന്ന് ഇന്ത്യ മാത്രമല്ല ഗ്ലോബലി ആൾക്ക് വലിയ ഓഡിയൻസാണ്. വെറുതെ വിജയൊക്കെ വെറുതെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങൾ 17 ജില്ല തന്നെ ബ്ലോക്കാവും. അത്രത്തോളം ഇൻഫ്ലുവൻസിങ് ഓറ പവറുള്ള മനുഷ്യൻ. വെറുതെ നരച്ച താടിയും ഷേവ് ചെയ്യാത്ത താടിയും കള്ളി ഷർട്ടും സാധാരണ മുണ്ടും സാധാരണ ഒരു ചെരുപ്പിട്ട് വരുന്ന മനുഷ്യൻ. പക്ഷെ വരുമ്പോൾ ഓറ കണ്ടിട്ടില്ലേ, അത്രത്തോളം ക്രൗഡല്ല. അത് ഏത് ആക്ടറൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള. വിജയ്, നിങ്ങൾ സിനിമ നിർത്തല്ലേ, ഇന്ത്യയിൽ ഇതുപോലൊരു താരം വേറെ ജനിക്കില്ല. ഞങ്ങൾക്ക് ഇനിയും വേണം താങ്കളുടെ സിനിമകൾ.